ചില ദിവസങ്ങളിലൊക്കെ വൈകിട്ട് ഒരു ചായ കുടിക്കാനും വേണ്ടിയിട്ട് ചായക്കടയിൽ പോട്ടാം. അപ്പോൾ അവിടുന്ന് ഞാൻ കഴിക്കുന്ന ഒരു ഐറ്റമാണ് മുട്ട ബജി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, നല്ല മൊരിഞ്ഞിട്ടുള്ള ചൂടോടുള്ള മുട്ട ബജി കഴിക്കാൻ. ഇന്നത്തെ നമ്മളെ റെസിപ്പി മുട്ട ബജിയാണ്. ഒരു ബൗളിലേക്ക് ഉണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി, വേപ്പിൻ്റെ ഇല, അതേപോലെ പച്ചമുളകും ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കടലപ്പൊടി, മൈദപ്പൊടി, അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഈ മാവൊന്ന് കുഴക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. മാവ് ഒരുപാട് ലൂസാവാനും പാടില്ല, അതേപോലെ കട്ടിയാവാനൊന്നും പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് മുട്ടയാണ്. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് 4 പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇനി ചൂടായ ഓയിലിലേക്ക് നമ്മൾ ഓരോ പീസ് മുട്ട എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഗോൾഡൻ കളർ ആവണ വരെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ അടിപൊളി മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിക്കണേ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.